നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു മാസം നീണ്ട വ്രതവിശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് വിരാമമിട്ട് മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. മാവോയിസ്റ്റ് ബന്ധം. സ്വിറ്റ്സർലൻഡ് സ്വദേശിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുങ്ങോട്ടുകരയിൽ നീതി സ്റ്റോറിൽ വൻ തീപിടുത്തം, ലക്ഷങ്ങളുടെ നഷ്ടം. വാർത്തകൾ വിശദമായി. ഒരു മാസം നീണ്ട വ്രതവിശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് വിരാമമിട്ട് മുസ്ലിം വിശ്വാസികൾ ചൊവ്വാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. മുസ്ലിം ദേവാലയങ്ങളിലും ഈദ്ഗാഹുകളിലുമായി നടന്ന ഈദ് നമസ്കാര ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. പുതുവസ്ത്രങ്ങളുടെ നിറപ്പകിട്ടും മൈലാഞ്ചിയുടെ മൊഞ്ചുമായി മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാളിനെ നാടെങ്ങും വരവേറ്റു. പെരുന്നാൾ ദിനത്തിൽ ലോകത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന വിശ്വാസത്തിൽ ഫിത്ർ സക്കാത്ത് വിതരണവും നടത്തി. പെരുന്നാൾ നമസ്കാരത്തിനായി ചൊവ്വാഴ്ച രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി വിശ്വാസികൾ ഒത്തുചേർന്നു. നാട്ടിക ജുമാ മസ്ജിദിൽ രാവിലെ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. വലപ്പാട് പുത്തൻപള്ളിയിൽ മഹല്ല് ഖത്തീബ് ഷിഹാബുദ്ദീൻ റഹ്മാനി നേതൃത്വം നൽകി. ചൂലൂർ ജുമാ മസ്ജിദിലും കോതകുളം ചാലുകുളം ജുമാ മസ്ജിദിലും പെരുന്നാൾ നിസ്കാരത്തിന് നൂറുകണക്കിന് പേർ എത്തി. ചൂലൂരിൽ മുഹമ്മദ് ദാരിമി നേതൃത്വം നൽകി. الله أكبر سمع الله لمن حمده കയ്പമംഗലം കാളമുറി മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അഷ്റഫ് നദവിയും, വിളക്കുപറമ്പ് മുഹിയുദ്ദീൻ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുസ്തഫ ഉലുമിയും, പുത്തൻപള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുസ്തഫ നിസാമിയും നേതൃത്വം നൽകി. കോരിക്കുഴി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അബ്ദുസലാം സക്കാഫി, കാക്കാതിരുത്തി ബദർ പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പെരുമറ്റ മുഹിയുദ്ദീൻ മുസ്ലിയാർ, ചളിങ്ങാട് ഒറ്റത്തൈ സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഹമ്മദ് റാഫി അൻവരി, ചളിങ്ങാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് KSIK തങ്ങൾ, കൊപ്രക്കുളം ബുസ്താനിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഷമീർ ചന്ദ്രാപിനി എന്നിവരും നേതൃത്വം നൽകി.
കയ്പമംഗലം നവോത്ഥാനയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഹമ്മദ് ഫാറൂഖിയും ചന്ദ്രാപിന്നി ചിറക്കൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അബ്ദുസമദ് സഖാഫിയും ചാമക്കാല ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അബ്ദുൽ നാസർ ലത്തീഫിയും ചന്ദ്രാപിന്നി ഈസ്റ്റ് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഹംസ സഖാഫിയും നേതൃത്വം നൽകി. മാവോയിസ്റ്റ് ബന്ധമെന്ന സംശയത്തെ തുടർന്ന് സ്വിറ്റ്സർലൻഡ് സ്വദേശിയായ യുവാവിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മാവോയിസ്റ്റ് നേതാവ് സിനോജിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത ജോനാഥൻ ബോർഡിനെതിരെ വിസ നിയമലംഘന കുറ്റത്തിന് പോലീസ് കേസെടുത്തു. തനിക്ക് മാവോയിസ്റ്റ് ബന്ധമില്ലെന്നും ചരിത്ര പഠനത്തിനാണ് ഇന്ത്യയിലെത്തിയതെന്നും ബോർഡ് മൊഴി നൽകി. തിങ്കളാഴ്ച വൈകിട്ടാണ് തൃപ്രയാറിൽ നിന്നും 24-കാരനായ ജോനാഥൻ ബോർഡിനെ അറസ്റ്റ് ചെയ്തത്. മാവോയിസ്റ്റ് നേതാവ് സിനോജിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയായിരുന്നു അറസ്റ്റ്. അനുസ്മരണ യോഗത്തിൽ ബോർഡ് പങ്കെടുത്തതായും പ്രസംഗിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ടൂറിസ്റ്റ് വിസയിലാണ് ബോർഡും കാമുകിയും കേരളത്തിലെത്തിയതെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് വിസ നിയമന ലംഘനത്തിന് കേസെടുത്തു. മാവോയിസ്റ്റ് ബന്ധമുള്ള സംഘടനയുടെ യോഗത്തിൽ പങ്കെടുത്തതിനാൽ ബോർഡിനും മാവോയിസ്റ്റ് ബന്ധമുണ്ടാകും എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിനെ തുടർന്ന് ബോർഡും കാമുകിയും താമസിച്ചിരുന്ന കണ്ണൂരിലെ ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തി. എന്നാൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ചരിത്ര പഠനത്തിനായി ഈ മാസം 10-നാണ് കേരളത്തിലെത്തിയതെന്ന് ബോർഡ് മൊഴി നൽകി. മാവോയിസ്റ്റ് ബന്ധമില്ലെന്നും തീവ്ര ഇടതു സംഘടനകളുടെ അനുയായിയാണെന്നും മൊഴിയിൽ പറയുന്നു. പത്രത്തിൽ വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സിനോജിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് ബോൾഡ് പറഞ്ഞു. പെരിങ്ങോട്ടുകരയിൽ നീതി സ്റ്റോറിൽ വൻ തീപിടുത്തം, ലക്ഷങ്ങളുടെ നഷ്ടം. പെരിങ്ങോട്ടുകര നാലംകൂടിയ സെന്ററിൽ ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിന്റെ നീതി സ്റ്റോറിൽ വൻ തീപിടുത്തം. സ്റ്റോർ പൂർണ്ണമായും കത്തിനശിച്ചു. 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. നീതി സ്റ്റോറിൽ ഫ്രിഡ്ജിൽ നിന്നുള്ള വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു. സ്ഥാപനത്തിലെ സ്ത്രീ ജീവനക്കാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. വെള്ളമൊഴിച്ച് തീകെടുത്തുന്നതിനുള്ള ഇവരുടെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. 16 ലക്ഷത്തോളം വില വരുന്ന മെഡിസിനുകളും 4 ലക്ഷത്തോളം വില വരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും സ്ഥാപനത്തിന്റെ ലൈസൻസും ഉൾപ്പെടെ പൂർണ്ണമായും കത്തിയമറുകയായിരുന്നു. തൃശൂരിൽ നിന്നും 2 ഫയർഫോഴ്സുകൾ എത്തിച്ചാണ് തീ അണച്ചത്. അന്തിക്കാട് പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. ഈ സൈഡിൽ ഇനിയൊരു ഇടവേള.